ഈസ്റ്റർ പ്രമാണിച്ച് ഒരു ടൂർ പോകാൻ തീരുമാനിച്ചു. തമിഴ്നാട്ടിലേക്കാണ് യാത്ര. അവിടെ ചെന്നപ്പോൾ തന്നെ കണ്ട കാഴ്ചകൾ മനസ്സിനെ മടുപ്പിക്കുന്നതായിരുന്നു. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എങ്ങനെ നശിപ്പിക്കാമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ കഴുകുകയോ തുടയ്ക്കുകയോ വൃത്തിയാക്കുകയോ ചെയ്തിട്ട് വർഷങ്ങളായിട്ടുണ്ടാകാം. കുറച്ച് മീനുകൾ മസാല പുരട്ടി വച്ചിരിക്കുന്നു. അതിന്റെ പുറത്ത് ഈച്ചകൾ സംസ്ഥാന സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്തതാ കാച്ചിൽ പോലൊരു സാധനം. ഇതുകൊണ്ട് സൂപ്പിട്ട് വച്ചാൽ നടന്നു വന്നവൻ എഴഞ്ഞേ പോകൂ എന്നുള്ളതാണ് കച്ചവടക്കാരുടെ വാദം. അപ്പോഴതാ ഒരു തമിഴ് പെൺകുട്ടിയുടെ വിളി, സാറേ ഉങ്ക നാട്ടിലെ സോപ്പ് ഇருக்கு വാറുങ്കോന്നു. കേരളത്തിലെ സോപ്പാണെന്നും പാള കൊണ്ടുണ്ടാക്കിയ കവറിലാണ് ഇത് പൊതിഞ്ഞു വച്ചിരിക്കുന്നതുമെന്നും ഒക്കെ ആ പെൺകുട്ടി പറഞ്ഞു. ഭൂമിയുടെ നിരപ്പിൽ നിന്നും 4630 അടി ഉയരത്തിൽ 14 ഹെയർപിന്നുകൾ കയറി ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് അവിടുത്തെ വൃത്തിയില്ലായ്മകളാണ്. വളരെ പ്രതീക്ഷയോടുകൂടി ഹിൽസിൽ എത്തുന്ന നമുക്ക് മനം മടിപ്പിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ടൂറ് പോകണം എന്ന ആഗ്രഹം തന്നെ നശിപ്പിച്ചു കളഞ്ഞു. എന്നത് മാനസിക ഉല്ലാസത്തിനുള്ളതാണ്. എന്നാൽ ഇവ വന്നാൽ മനം മടുത്ത് മടങ്ങാനേ കഴിയൂ. 21 തരം കറികളും 3 തരം പായസമുള്ള സദ്യ വിളമ്പിയിട്ട് ഇലയുടെ ഒരറ്റത്ത് അല്പം തീട്ടം വിളമ്പിയാൽ എങ്ങനെയിരിക്കും, അതുപോലെയിരുന്നു ഇവിടുത്തെ ഫീലിംഗ്. ഗൂഗിളിൽ തിരഞ്ഞ് നല്ല ടൂറിസ്റ്റ് കേന്ദ്രം തപ്പി പോയതാണ്. ടൂറിസ്റ്റുകളെക്കാൾ കൂടുതൽ കുരങ്ങന്മാരെയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. കുരങ്ങുകളാണോ ഇവിടുത്തെ ടൂറിസ്റ്റുകളെന്ന് പറഞ്ഞാലും തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. കുരങ്ങുകൾക്കൊപ്പം തന്നെ ആധുനിക രീതിയിലുള്ള കുറെ കളിക്കോപ്പുകളും കുട്ടികൾക്ക് കളിക്കാനായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ എന്ത് കാര്യം? എല്ലാം കണ്ട് മനംമടുത്ത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും ഇങ്ങനെ ആകരുത് എന്ന ചിന്തയിൽ മടക്കയാത്ര.